മെസ്സി വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ടാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. അതിനിടയിലാണ് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കുള്ള മത്സരങ്ങൾ ഉപജില്ലാ തലത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷം മഹാരാജാസിൽ വെച്ച് നടന്നിട്ടുള്ള സംസ്ഥാന കായികമേളയിലും ഈ ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഈ കായികമേളയിൽ നടന്നിട്ടുള്ള ഈ ഒരു ഉപജാപം അല്ലെങ്കിൽ ഒരു അഴിമതി, തട്ടിപ്പ്, ഇതൊക്കെ പൊതുജനം അറിയേണ്ടതുണ്ട്. ബോക്സിങ്ങിന്റെ മത്സരത്തിന്റെ സംഘാടകർ സ്കൂളുകളെ അറിയിക്കുന്നത് അന്ന് രാത്രി 11 മണിക്കാണ്. നാളെ രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കോലഞ്ചേരിയിലെത്തി റിപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെടുന്നത്. ഇവർക്കും സ്വന്തമായി ക്ലബ്ബുണ്ട്. ആ ക്ലബ്ബിൽ പരിശീലനം നേടുന്ന കുട്ടികൾ മാത്രമേ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന ഒരു വാശി ഇവർക്കുണ്ടെന്നേ. അവിടെ വന്നിരിക്കുന്ന പേരൻസിന് ഈ സംഘാടകർ മൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് നിസ്സാരമൊന്നുമല്ല. വിദ്യാർത്ഥികൾ രാവിലെ 8 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. എല്ലാ വിദ്യാർത്ഥികളും അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇന്നലെ മത്സരം ആരംഭിച്ചത് 2 മണിക്ക് ശേഷമാണ്. നമസ്കാരം. സംസ്ഥാനത്തെ കായിക മത്സരങ്ങളിലെ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു മത്സര ഇനമാണ് ബോക്സിംഗ്. പക്ഷേ കഴിഞ്ഞ ദിവസം അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുള്ള വിവാദങ്ങൾ, പ്രശ്നങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മെസ്സിയെ കാത്തിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. മെസ്സി വരുന്നതും കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ചിട്ടാണ് മലയാളികൾ കാത്തിരിക്കുന്നത്. അതിനിടയിലാണ് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്കുള്ള മത്സരങ്ങൾ ഉപജില്ലാ തലത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. കായിക മേളയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ഈ ബോക്സിംഗ് എന്ന് പറയുന്നത്. പുതിയ തലമുറയിൽപ്പെട്ട അല്ലെങ്കിൽ ന്യൂ ജെൻസിൻ്റെ അടുത്ത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നുകൂടിയാണ് ഈ ബോക്സിംഗ് എന്ന് പറയുന്നത്. അവർ ഭയങ്കര താല്പര്യത്തോടു കൂടിയാണ് കുട്ടികളെല്ലാം ഇപ്പോൾ ബോക്സിങ്ങിനൊക്കെ പോയി ചേരുകയും മത്സരത്തിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ആലപ്പുഴ ജിംഖാന എന്ന സിനിമ ഇറങ്ങിയതോടുകൂടി കുട്ടികൾ കൂടുതലായിട്ട് ഇത്തവണ മത്സരത്തിന് കൂടുതൽ ഉണ്ട് എന്നുള്ള കാര്യം കൂടി പെൺകുട്ടികൾ ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ സംസ്ഥാന സ്കൂൾ കായികമേളയുമായി ബന്ധപ്പെട്ടിട്ട് ബോക്സിംഗ് വിഭാഗത്തിന്റെ മത്സരം നിയന്ത്രിക്കുന്നത് നേരത്തെ എറണാകുളം ബോക്സിംഗ് അസോസിയേഷനൊക്കെ ആയിരുന്നു ഈ മത്സരം നടത്തിക്കൊണ്ടിരുന്നത്. അവരുടെ നിയന്ത്രണത്തിലാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അന്നും ഇവർക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയരാറുണ്ട്. കാരണം ഇത് പക്ഷപാതപരമായിട്ടാണ് ഇവരുടെ പല തീരുമാനങ്ങളും വരുന്നതെന്ന് എന്നൊക്കെയുള്ളത്. സംസ്ഥാന കായികമേളയോടനുബന്ധിച്ച് നടക്കുന്നതല്ലേ? അതെ, സംസ്ഥാന കായികമേളയോട് അനുബന്ധിച്ച് നടക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ വർഷം മഹാരാജാസിൽ വെച്ച് നടന്നിട്ടുള്ള സംസ്ഥാന കായികമേളയിലും ഈ ബോക്സിങ്ങുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. അത് മുഖ്യധാരാ മാധ്യമങ്ങൾ വരെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. നമുക്കിവിടെ പരിശോധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൈറ്റ്സ് ഓൺ ടിവിയെ സംബന്ധിച്ച് വൈറ്റ്സ് ഓൺ ടിവിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ അനുഭവിച്ചറിഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കാരണം എൻ്റെ മൂത്ത മകൻ ഈ തവണ ബോക്സിംഗിൽ മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവൻ ജില്ലാ ചാമ്പ്യനായിരുന്നു. അതിന് സംസ്ഥാന തലത്തിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രൈസ് നേടാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇപ്രാവശ്യം അവൻ ഉപജില്ലയിൽ മത്സരിക്കാൻ വേണ്ടി പോയിരുന്നു. അവിടെ നിന്ന് പ്രൈസ് നേടുകയും അതിനുശേഷം പിന്നീട് ജില്ലാ തലത്തിൽ മത്സരിക്കാൻ വേണ്ടി എത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഡയറക്റ്റ് ഇതിനകത്തൊരു എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പോൾ സംഭവിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഉപജില്ലാ തലത്തിൽ ഈ കേരള ബോക്സിംഗ് അസോസിയേഷന് ഇപ്രാവശ്യം അവരല്ല ഇപ്രാവശ്യത്തെ ഈ ഒരു മത്സരം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഏതൊരു സ്വകാര്യ ബോക്സിംഗ് ക്ലബ്ബാണ്. അത് കുസാറ്റ് എന്നോ മറ്റാണ് പേര്. പക്ഷേ നമുക്കതിനെക്കുറിച്ച് കൃത്യമായൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ RTI പ്രകാരം നമുക്കതുമായി ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ അപേക്ഷിച്ചിട്ടുള്ളൂ. ആ രേഖകൾ വന്നാൽ ഉടനെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയാനായിട്ടും പറയാനായിട്ടും സാധിക്കും. അപ്പോൾ ആധികാരികമായിട്ട് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആരായിരുന്നു ഇതിന്റെ നടത്തിപ്പുകാർ എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. സംസ്ഥാനത്തെ നമുക്കറിയാം, വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റവും മനോഹരമായിട്ട് തന്നെയാണ് V ശിവൻകുട്ടി മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ആരൊക്കെ ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തെ വിമർശിച്ചാലും നമ്മൾ അതിശക്തമായിട്ട് തന്നെ പറയും, വിദ്യാഭ്യാസ വകുപ്പ് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് വരുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ എങ്കിൽ തന്നെയും കേരളത്തിലെ ഏറ്റവും സുപ്രധാന ഒരു വകുപ്പുകളിൽ ഒന്ന്, അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായി മുമ്പോട്ട് പോകുന്ന വകുപ്പുകളിൽ ഒന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ്. തീരുമാനങ്ങളൊക്കെ വളരെ ശക്തമായ തീരുമാനങ്ങൾ കുട്ടികൾക്ക് നൽകാനുള്ള. അപ്പൊ അങ്ങനെയുള്ള ഒരു വകുപ്പിന് കീഴിൽ നടക്കുന്ന ഒരു കായിക മേള, ഈ കായിക മേളയിൽ നടന്നിട്ടുള്ള ഈ ഒരു ഉപജാപം അല്ലെങ്കിൽ ഒരു അഴിമതി, തട്ടിപ്പ്, ഇതൊക്കെ പൊതുജനം അറിയേണ്ടതുണ്ട്, സർക്കാർ അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി കാര്യത്തിലേക്ക് വരാം. ഉപജില്ലാ തലത്തിൽ നടക്കുന്ന ഈ ബോക്സിംഗ് മത്സരങ്ങൾ, അതായത് ഇത്തവണ എറണാകുളം ജില്ലയിലെ എല്ലാ ഉപജില്ലകളിലും, എനിക്ക് 7 or 8 ഉപജില്ലകളാണ്, വിദ്യാഭ്യാസ ഉപജില്ലകളാണുള്ളത്. ഈ വിദ്യാഭ്യാസ ഉപജില്ലകളുടെ എല്ലാം മത്സരം നടന്നിട്ടുള്ളത് കോലഞ്ചേരിക്ക് അടുത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് നടന്ന മത്സരത്തിൽ എൻ്റെ വിവരം സ്കൂളുകളെ അറിയിക്കുന്നത്, അതായത് ഈ ബോക്സിങ്ങിന്റെ മത്സരത്തിന്റെ സംഘാടകർ സ്കൂളുകളെ അറിയിക്കുന്നത് അന്ന് രാത്രി 11 മണിക്കാണ്. നാളെ രാവിലെ 8 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കോലഞ്ചേരിയിലെത്തി റിപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെടുന്നത്. ഇതിനകത്ത് സുപ്രധാനമായ ഒരു ആരോപണമായിട്ട് നമുക്ക് വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇവരിങ്ങനെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർക്കും സ്വന്തമായി ക്ലബ്ബുണ്ട്.
ആ ക്ലബിൽ പരിശീലനം നേടുന്ന കുട്ടികൾ മാത്രമേ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ പാടുള്ളൂ എന്ന ഒരു വാശി ഇവർക്കുണ്ടെന്നേ. ഡേറ്റ് അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്ക് കൃത്യമായിട്ട് അറിയാം, ഈ സംഘാടകർക്ക് അറിയാം. അതോടൊപ്പം തന്നെ ഈ സംഘാടകരുടെ ക്ലബിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്കും അറിയാം. ഈ പാവപ്പെട്ടവന്മാരുടെ പിള്ളേർക്ക് ആണ് ഇത് അറിയാൻ പാടില്ലാത്തത്. അല്ലെങ്കിൽ മറ്റ് ക്ലബ്ബുകളിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ ഡേറ്റിനെ സംബന്ധിച്ചിട്ട് പാതിരാത്രി 11 മണിക്ക് ഇന്റിമേഷൻ കൊടുക്കുന്നത്. ഈ പാതിരാത്രി 11 മണിക്ക് അറിഞ്ഞ ഉടനെ ഓടിപ്പിടിച്ച് ഈ വിദ്യാർത്ഥികൾ കോലഞ്ചേരിയിൽ എത്തുന്നു. കോലഞ്ചേരിയിൽ എത്തിയതിന് ശേഷം അവിടെ നടന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിദ്യാർത്ഥികളുടെയൊക്കെ വെയിറ്റ് അത് നോക്കുന്നൊരു ഇതുണ്ട്. കാരണം പല പല വെയിറ്റിലാണ് അവിടെ മത്സരം നടക്കുന്നത്. അപ്പോൾ അതനുസരിച്ചൊരു വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് വളരെ അൺപ്രൊഫഷണൽസ് ആയിട്ടുള്ള നടത്തിപ്പുകാർ, ആ നടത്തിപ്പുകാരുടെ പേര് ഞാനിപ്പോൾ പറയുന്നത്, നടത്തിപ്പുകാർക്കെതിരെ കർശന നിലപാട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ പ്രതിച്ഛായ തകർക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇതൊക്കെ. അവിടെ വന്നിരിക്കുന്ന പേരൻസിന് ഈ സംഘാടകർ മൂലം ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട് നിസ്സാരമൊന്നുമല്ല. അതുകൊണ്ടാണ് ഇത്രയും നമ്മളിത് ശക്തമായിട്ട് ഇത് പറയാനായിട്ടുള്ള കാരണം. അതിനുശേഷം ഈ 8 മണിക്ക് എത്തിയ വിദ്യാർത്ഥികൾക്ക് 2:30 മണി വരെ തൂക്കം നോക്കലായിരുന്നു. ഏത് രീതിയിൽ ഇവരുടെ തൂക്കം നോക്കണമെന്ന് പോലും അറിയാൻ പാടില്ലാത്ത മരപ്പാഴുകളെ കൊണ്ടാണ് ഈ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അതിനുശേഷം ഉപജില്ലയിൽ നിന്ന് പിന്നെ ജില്ലയിലേക്ക് വരുന്നു. ജില്ലാതല മത്സരങ്ങൾ നടന്നത് ഇന്നലെയാണ്. ഇന്നലെ രാത്രി ജില്ലാതല മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് എന്താ സംഭവിച്ചതറിയോ? വിദ്യാർത്ഥികൾ രാവിലെ 8 മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറയുന്നു. എല്ലാ വിദ്യാർത്ഥികളും അവിടെ എത്തി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ ഇന്നലെ മത്സരം ആരംഭിച്ചത് 2 മണിക്ക് ശേഷമാണ്. ഇവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രൊഫഷണലിസവും ഇല്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഈ ബോക്സിംഗ് മാത്രമല്ലേ നടക്കുന്നുള്ളൂ? ബോക്സിംഗ് മാത്രമേ അവിടെ നടക്കൂ. 2 മണി വരെയുള്ള സമയം. അതിനുശേഷം ഇവരോട് പറയുന്ന സമയത്ത് നിങ്ങൾ കണ്ടില്ല എത്ര വിദ്യാർത്ഥികൾ ഇവിടെ വന്നിരിക്കുന്നത്? അവരോട് നമുക്ക് ചോദിക്കാനുള്ളതാണ്, ഇത് ജില്ലാ തലത്തിൽ നടക്കുന്ന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പാണ്. ഇതിൽ എത്ര വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ലിസ്റ്റൊക്കെ മുൻകൂട്ടി തന്നെ ഇവരുടെ കൈവശം ഉണ്ടാവണ്ടേ? അതിനുള്ള വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തണ്ടേ? ഇതൊന്നുമില്ലാതെ വളരെ അൺപ്രൊഫഷണൽ ആയിട്ട് ഈ പറയുന്നവന്മാരുടെ ക്ലബിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികൾ മാത്രം സംസ്ഥാനതല മത്സരത്തിനും ദേശീയ മത്സരത്തിനും പോയാൽ മതി എന്ന് തീരുമാനിക്കാനായിട്ട് ഇവന്മാരൊക്കെ ആരാണെന്ന്? ഇവിടെ സർക്കാരിന്റെ ചെലവിലല്ലേ ഈ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ആ സമയത്ത് ഇങ്ങനത്തെ പോക്രിത്തരം കാണിക്കാൻ പാടുണ്ടോ? അതിനുശേഷം ഒരു കാര്യം കൂടി, ഈ വിദ്യാർത്ഥികൾ 2 മണിക്ക് ശേഷം മത്സരം ആരംഭിക്കുന്നു. ജൂനിയർ വിഭാഗത്തിൽ ഗേൾസും ബോയ്സും ഉണ്ട്. ഇവര് 10-40 പേര് ഉള്ളപ്പോൾ അത് ഒരു ദിവസം തന്നെ ഇവരെല്ലാം ഫൈറ്റ് ചെയ്ത് എങ്ങനെ ഫൈനലിലെത്തും? ഇവർ ക്ഷീണിതരായിട്ട് പോകത്തില്ലേ? 40 പേരുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 30 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരു വിദ്യാർത്ഥി എത്ര ഫൈറ്റ് നടത്തേണ്ടി വരും? ഇത് ഏത് രീതിയിലാണ് ഇവരിത് സംഘടിപ്പിച്ചിട്ടുള്ളത്? അവസാന ഫൈനലിലേക്ക് 2 പേര് മാത്രമല്ലേ എത്തത്തുള്ളൂ, അല്ലെങ്കിൽ സെമി ഫൈനലിലേക്ക് 4 പേര് മാത്രമല്ലേ എത്തത്തുള്ളൂ. അതിനുള്ള പാറ്റേൺ ഇവരെന്താണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇതൊക്കെ സർക്കാർ പരിശോധിക്കേണ്ടതുണ്ട്. ഇവർ പക്ഷപാതം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ഇവർ വിദ്യാർത്ഥികളുടെ ഭാവി, കഴിവുള്ള വിദ്യാർത്ഥികളുടെ ഭാവി അറിഞ്ഞുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഇവർക്കെതിരെ എടുക്കണം. അവർക്ക് നൽകുന്ന സന്ദേശം അങ്ങനെയാണ്, കുട്ടികൾ ഇപ്പൊ ഇത് കണ്ടല്ലേ പഠിക്കുക, അല്ലെങ്കിൽ ഇത് കണ്ടല്ലേ മനസ്സിലാക്കുക, അപ്പൊ നമ്മളതും ചെയ്യുന്നതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് അല്ലേ? തീർച്ചയായിട്ടും അവരുടെ ക്ലബിൽ പഠിക്കുന്നവർക്ക് മാത്രം മതി എന്നുള്ള രീതിയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് ഇനി അടുത്ത് പറഞ്ഞുതരാം. അതിനുശേഷം ഇന്നലെ രാത്രി എന്താ സംഭവിക്കുന്നത്? 9 മണിയായിട്ടും എപ്പോൾ മത്സരം നടക്കുമെന്ന് അറിയത്തില്ല. രാവിലെ 8 മണിക്ക് ഒരു വിദ്യാർത്ഥി കോലഞ്ചേരിയിൽ എത്തണമെന്നുണ്ടെങ്കിൽ രാവിലെ എത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം? പല സ്ഥലങ്ങളിലുള്ളവരാണ്. ഫോർട്ട് കൊച്ചിയിലുള്ള ഒരാൾക്ക് 8 മണിക്ക് അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം. 6 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ വിദ്യാർത്ഥി എത്ര മണിക്ക് എണീക്കണം? ഒരു 5 മണിക്കെങ്കിലും എണീക്കണ്ടേ? അത്രയും യാത്ര ചെയ്ത് 8 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തുമ്പോൾ തന്നെ ആ വിദ്യാർത്ഥി ടയേർഡായിട്ടുണ്ടാവും. അവിടെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് ഇല്ല. അതിനുശേഷം ഇങ്ങനെ ഇരുന്നു മത്സരങ്ങൾ നടത്തുന്നു. ഒരു വിദ്യാർത്ഥിക്ക് ഒരു ദിവസം എത്ര ഫൈറ്റ് നടത്താൻ വേണ്ടി പറ്റും? ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ, അതായത് ക്വാർട്ടർ ഫൈനലും സെമി ഫൈനലും ഫൈനലും എല്ലാം ഒറ്റ ദിവസം നടത്തിക്കൊണ്ട് ഇവരുടെ ഇഷ്ടക്കാരെ സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ചിട്ടുള്ള ഒരു വ്യഗ്രത. അത് കഴിഞ്ഞതിന് ശേഷം ഇന്നലെ സംഭവിച്ചത് എന്താണ്? ഇന്നലെ രാത്രി 8 മണിയായിട്ടും എന്റെ മകനെ കാണാനില്ല. ഞാൻ എന്റെ മകനെ അയച്ചതിന്റെ ഒരു സുഹൃത്തിന്റെ കൂട്ടത്തിലാണ്. ഞാൻ അവനെ വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് പറഞ്ഞു 10 കഴിഞ്ഞാൽ പോലും മത്സരം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ തന്നെ ഞാൻ പ്രിയപ്പെട്ട ശ്രീരഞ്ജൻ MLA വിളിക്കുന്നു. ശ്രീരഞ്ജൻ MLA വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അപ്പം തന്നെ ഫോൺ എടുത്തതിന് ശേഷം ഞാൻ അദ്ദേഹത്തോട് കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നു. സാർ, ഇങ്ങനെയാണ് നടക്കുന്നത്, ഇത് ഗവൺമെന്റിന്റെ പ്രതിച്ഛായ തന്നെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്നതാണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അദ്ദേഹം ഉടനെ തന്നെ എന്നോട് പറഞ്ഞു ഹോൾഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പം തന്നെ അദ്ദേഹം DDയെ വിളിക്കുന്നു. DDയെ വിളിച്ചിട്ട് കർശനമായ നിർദ്ദേശം നൽകുന്നു. രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, അവർക്ക് കൃത്യമായിട്ട് സമയം കൊടുത്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് കർശന നിർദ്ദേശം കൊടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ DD തന്നെ ആവശ്യപ്പെടുന്നു, സാർ നാളെ എത്ര മണിക്ക് ഇത് നടത്തണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ ഒരു 11 മണിക്ക് സാർ എല്ലാവർക്കും കംഫർട്ട് ആയിരിക്കും. കാരണം വിദ്യാർത്ഥികളെല്ലാം രാത്രി 10 മണിയായി, എല്ലാവരും ഭയങ്കര ടയേർഡായിട്ടുണ്ടാവും. ഇത് 10 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് മനസ്സിലാക്കണം. 10 മണിയായപ്പോഴത്തേക്ക് അദ്ദേഹത്തോട് വിളിച്ച് സംസാരിക്കുന്നു. DD പറയുന്നത് സാർ അങ്ങനെ തന്നെ ചെയ്യാം. ഒരു DD വിചാരിച്ചാൽ
ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണെന്നേ. അല്ല, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യം പോലും അത് അവർ കണ്ട് ചെയ്യേണ്ടതല്ലേ? ഇത് എങ്ങനെയും മത്സരം നടന്നു പോയാലും മതി. പേരിന് മത്സരം നടത്തുക, അതിനുശേഷം ഈ നടത്തിപ്പുകാരുടെ ക്ലബിൽ പരിശീലനം നേടുന്ന വിദ്യാർത്ഥികളെ മാത്രം സംസ്ഥാന തലത്തിലേക്ക് അയക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇവർക്ക് പിന്നിലുള്ളത്. ഈ പറഞ്ഞ വിദ്യാർത്ഥി ഇട്ടുകൊണ്ട് പോകുന്ന യൂണിഫോം, ഈ ബോക്സിങ്ങിന്റെ യൂണിഫോം ഒക്കെ ഒന്നും രണ്ടും ഒന്നും ആരും വെക്കത്തില്ല. അപ്പോൾ അതുകൂടാതെ അവിടെ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഈ യൂണിഫോമിന്റെ കളേഴ്സ് പല പല കളേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ കളർ ഏതാണെന്ന് പോലും മുൻകൂട്ടി അറിയിക്കുന്നില്ല. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ജില്ലാ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് എന്റെ മകൻ അറിയിപ്പ് കിട്ടുന്നത് രാത്രി 12:05 അങ്ങനെ എത്രയോ ആളുകൾക്ക് ഇന്നലത്തെ ആ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടാവും. അതുകൂടാണ്ട് ഈ യൂണിഫോമിനെ ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു. ഈ ഒരു യൂണിഫോം ഇട്ടുകൊണ്ട് പോയതിനു ശേഷം ദിവസം മുഴുവൻ ആ യൂണിഫോം അണിഞ്ഞുകൊണ്ട് വേണമല്ലോ അവിടെ നിൽക്കാനായിട്ട്. അവിടെ സംഭവിക്കുന്നത് എന്താണ്, ആ യൂണിഫോം മൊത്തത്തിൽ മുഷിയും. നെക്സ്റ്റ് ഡേ ഇവൻ ഈ യൂണിഫോം തന്നെ ഇട്ടുണ്ടല്ലോ പോകേണ്ടത്. പുതിയ യൂണിഫോം മേടിക്കാനുള്ള സമയമുണ്ടോ? രാത്രി 10 മണിക്കാണ് മത്സരം അവസാനിപ്പിക്കുന്നത്. അപ്പോഴും കിടക്കുകയാണ് 10:45 മത്സരങ്ങൾ ആ കുട്ടികൾ വീണ്ടും മത്സരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് 11 മണിക്കത്തേക്ക് മാറ്റിയത്. അതിൽ PV ശ്രീനജൻ MLA എത്രത്തോളം അഭിനന്ദിച്ചാലും നമുക്ക് മതി വരത്തില്ല. കാരണം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ അദ്ദേഹം സ്വീകരിച്ച നടപടി 10 മിനിറ്റിന് പോലും എടുത്തില്ല. 5 മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം നിലനിൽക്കെ ഗവൺമെന്റ് എത്ര മാതാപിതാക്കൾ അവിടെ വന്നിട്ടുണ്ടാവും? 150-150 വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു മത്സരമാണെന്നേ. ആ മത്സരത്തിൽ അവിടെയുള്ള മാതാപിതാക്കന്മാർ ഈ സർക്കാരിനെതിരാവത്തില്ലേ? അങ്ങേക്ക് ഇത് പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് പറയാതെ പോയിരുന്നെങ്കിൽ ഇത് പറയാൻ പറ്റാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇത് കഴിഞ്ഞ വർഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷം സമാനമായ സാഹചര്യം മഹാരാജാസിൽ ഉണ്ടായതാണ്. റിപ്പോർട്ടർ TV കൃത്യമായിട്ട് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നടത്തിപ്പുകാർ പക്ഷപാതപരമായ ഇടപെടലുകൾ നടത്തുന്നു എന്ന്. നമ്മൾ ഈ വാർത്ത ഇവിടെ അവസാനിപ്പിക്കുന്ന ഒരു വാർത്തയല്ല ഇത്. ഇതിന് കൃത്യമായൊരു ഫോളോ അപ്പ് നമ്മൾ നടത്തുന്നുണ്ട്. നമുക്കറിയാൻ സാധിക്കുന്നത്, സംസ്ഥാന ബോക്സിംഗ് പരിശീലകനായിട്ടൊക്കെ വന്നിട്ടുള്ള പല ആളുകളും അവർക്ക് വലിയ ബഹുമതികളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവർക്കെതിരെ പോക്സോ കേസുകൾ വരെ രജിസ്റ്റർ ചെയ്തതായിട്ടുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നേ. അപ്പോൾ ഒരുപക്ഷെ പോക്സോ കേസുകൾ വന്നിട്ടുള്ളത് വിദ്യാർത്ഥികളെ സ്ട്രിക്റ്റ് ആയിട്ട് പരിശീലിപ്പിക്കേണ്ട ഒരു സ്പോർട്സ് ഇനമാണ് ബോക്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ആണോ എന്നൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ കൃത്യമായും സത്യസന്ധമായും നമ്മൾ ഈ വാർത്തയെ ടേക്കപ്പ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കേന്ദ്ര സർക്കാർ 140 കോടി രൂപയാണ് സംസ്ഥാന, നാഷണൽ, ഇന്റർനാഷണൽ മത്സരങ്ങൾക്കായിട്ട് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 140 കോടി അത് കൃത്യമായ രീതിയിൽ തന്നെയാണ് ചെലവഴിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. സംസ്ഥാന മത്സരങ്ങൾക്ക് വേണ്ടി ലഭിക്കുന്ന പണം അടിച്ചു മാറ്റുന്ന ഒരു ലോബി സംസ്ഥാനത്തുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ആർക്കോ വേണ്ടി മത്സരം നടത്തുക, ഒരു മത്സരം നടത്താൻ വേണ്ടി മത്സരം നടത്തുക. എത്രയോ പാവപ്പെട്ട വീട്ടിലെ കുട്ടികൾക്കാണ് ഇതിന്റെ അവസരം നഷ്ടപ്പെടുന്നത്. രാത്രി 12 മണിക്ക് വിളിച്ച് നാളെ രാവിലെ 8 മണിക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഏത് വിദ്യാർത്ഥിയാണ് വരിക? ഇവനെയൊക്കെ ആരാണ് ഇതുപോലുള്ള ഗെയിം നടത്താൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുള്ളത്? ഇത് സംസ്ഥാന സർക്കാരിന്റെ പണം ഉപയോഗിച്ച് നടത്തുന്ന ഒരു ഗെയിമല്ലേ? ആ മത്സരത്തിൽ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വകാര്യ ക്ലബ്ബുകളെ ഏൽപ്പിക്കുകയാണെങ്കിൽ അവർക്ക് സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുണ്ടോ എന്തെങ്കിലും പരിശോധിക്കേണ്ടേ സ്കൂളുകളും? അല്ലെങ്കിൽ DD പരിശോധിക്കേണ്ടത്? അത് DD പരിശോധിച്ചില്ലെങ്കിൽ ഇവിടുത്തെ എത്രയോ വിദ്യാർത്ഥികൾ ട്രോമയിലേക്ക് പോകും. അവരുടെ എല്ലാം ഡ്രീം അല്ലേ ഉപജില്ലയിലും ജില്ലാ തലത്തിലും ഒക്കെ മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാതെ പക്ഷപാതം കാണിക്കുന്ന ഈ ഒരു നിലപാട് ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ്. ഇത് കലാരംഗത്തുണ്ടെന്നേ. കലാരംഗത്തും തങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളെ വിജയിപ്പിച്ചെടുക്കുക. ഒരുപാട് സംഭവങ്ങൾ. നവ്യ നായരൊക്കെ പൊട്ടിക്കഴിഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞത്, തട്ടിപ്പറിച്ച് ഒരു വിജയം നേടിയിട്ട് എന്താണ് കാര്യമുള്ളത്? മറ്റൊരുവന്റെ അവസരത്തെ കുബുദ്ധിയിലൂടെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കിയത് കൊണ്ട് ആർക്ക് എന്ത് പ്രയോജനമാണുള്ളത്? മത്സരിച്ച് ജയിക്കട്ടെ. കഴിഞ്ഞ വർഷം എന്റെ മകൻ തന്നെ സംസ്ഥാനതല മത്സരത്തിന് വേണ്ടി പോയി. ഈ ഏജൻസിയാണ് ജില്ലാ തലത്തിലുള്ള ബോക്സിംഗ് ആളുകളെ ഏകോപിപ്പിക്കുന്നത്. എന്റെ മകനാണ് മാത്രമാണ് ഇവരുടെ ക്ലബിന് പുറത്തുനിന്ന് അവിടെ മത്സരിച്ചിട്ടുള്ളത്. അവനോട് ഇവർ കാണിച്ചിട്ടുള്ള പക്ഷപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാട്ടവാറിന് കെട്ടിയിട്ട് അടിക്കേണ്ട രീതിയിലുള്ള പക്ഷപാതമാണ് കാണിച്ചത്. ഇപ്പൊ പറയും വ്യക്തിപരമായ വൈരാഗ്യമാണോ? വ്യക്തിപരമായ വൈരാഗ്യമല്ല. അവന് കഴിവില്ല എങ്കിലും ഒക്കെ മാറ്റി നിർത്തിക്കോളൂ. പക്ഷെ ഇത് ബാക്കിയുള്ള വിദ്യാർത്ഥികളുടെ കൂടെ പ്രശ്നമല്ല ഇത്. അപ്പോൾ ചോദിക്കും, ഇവിടെ KSU SFI ഒക്കെ ഇല്ലെന്ന്. KSUനൊക്കെ ഇപ്പോൾ വേറെ പണിയാണല്ലോ. KSUനെയൊക്കെ സംബന്ധിച്ചിട്ട് എന്താ പറയുക ഇപ്പോൾ ഇതിനകത്ത്? കാരണം വിദ്യാർത്ഥികളുടെ ഇതുപോലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അതിന് പരിഹാരം കാണേണ്ട ആളുകളല്ലേ വിദ്യാർത്ഥി സംഘടനകൾ. ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇങ്ങനത്തെ കാര്യത്തെക്കുറിച്ചൊക്കെ ഏതെങ്കിലും സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ KSU നേതാക്കന്മാർ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. ആ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുവാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ഏതൊക്കെയാലും ഈ വാർത്ത ഇവിടെ അവസാനിക്കത്തില്ല. റൈറ്റ് ടു ഇൻഫർമേഷൻ പ്രകാരം നമ്മൾക്ക് കിട്ടുന്ന ചില രേഖകൾ ലഭിക്കാനുണ്ട്. ആ രേഖകൾ ലഭിച്ചാൽ തീർച്ചയായിട്ടും ഈ മത്സരങ്ങൾ എങ്ങനെ നടന്നുവെന്നും ഈ മത്സരങ്ങൾക്ക് എത്ര പണം ചെലവഴിച്ചുവെന്നും ഈ മത്സരത്തിലൂടെ എത്ര പണം തട്ടിച്ചുവെന്നും
സ്കൂളിലെ PT അധ്യാപകരും ഈ പറഞ്ഞ സ്വകാര്യ ക്ലബ്ബും തമ്മിലുള്ള അവിഹിത ബന്ധം എന്താണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറയും, അതിനൊരു സംശയവും വേണ്ട.